സൂര്യനാഥം. ഭാഗം 11. ഭാരത പൗരനായി പറയുന്നത്. കൂടുതൽ ഇഷ്ടം കുടുംബം നോക്കുക. മാതാ പിത ഗുരു ദൈവം. മാതാപിത ഓരോരു വ്യക്തിയെയും പ്രസവിക്കുന്നവർ. ഗുരു അറിവ്. അറിവിൽ കൂടി അവരവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്ന അതിൽ കുടുംബം. ദൈവം അറിവിനെ കൊണ്ട് ദൈവത്തിനെ തേടുന്നവർക്ക്. സത്യം അകമുഖ കാഴ്ച. അകമെന്നാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ, പുറം എന്നാൽ നാം കാണുന്നത്. പുറമേ ഉള്ളത് കൊണ്ട് ഭക്തി നേടുവാൻ കഴിയുകയില്ല ഒരു മുടി അളവിന്. അങ്ങനെ വരുമ്പോൾ അകമുഖ കാഴ്ച എല്ലാവർക്കും അറിയുകയില്ല. അഹമുഖം നാരായണ ഗുരു കാലത്തിനോട് കൂടി അസ്തമിച്ചു എന്ന് പറയും. ആ അകമുഖ കാഴ്ചയിലാണ് 1 തൊട്ട് 10 വരെ പറഞ്ഞതിൽ ശരീരാവയവങ്ങൾ ചില ആൾക്കാരെയും പറഞ്ഞതിൽ മുക്തി നേടിയവരെയും പറഞ്ഞു. അതിൽ മുനിയായി ആത്തോമോപദേശ ശതകം ഓരോരോ ഭാഷയിലും ഉള്ളവർ എഴുതുക വേണം, അതുപോലെ പ്രവർത്തിക്കുക വേണം. അങ്ങനെ ഇവിടെ ശിവപുരാണം വചനം അതിനെ നോക്കി എഴുതാം. ഇത് 2-ാം കുറിപ്പിലും പറഞ്ഞ് 15-ാം കുറിപ്പ് മാറ്റം മാറുന്നത്. ശിവപുരാണം 15-ാം വചനം. ഉല്ലസൻ മണിയും തേജസ് തട്ടുനേരം കല്ലുകൾ സുവണ്ണമാം കാടുകൾ കൽപ്പത്രധൂമം. ഇത്രയേ ഉള്ളൂ നാരായണ ഗുരു ആത്തോമോപദേശ ശതകം 15-ാം കുറിപ്പ് എഴുതിയത്. അനുഭവ അറിവും 14 വരെ ഉള്ളത് എഴുതിയപ്പോൾ വചനം നോക്കി എഴുതിയതിൽ കൂടി ശരീരത്തിൽ പ്രാണായാമശീലം കണ്ട് അടുത്തത് 15-ാം കുറിപ്പ് എഴുതുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം വചനമായി ഉള്ളതിനെ 4 വരിയാക്കി എഴുതിയത്. ഇതിൻ്റെ അർത്ഥം ഗുരുവിന് അറിയാം. അകമുഖ കാഴ്ചയിലാകുമ്പോൾ ശരീരത്തിനെ കുറിച്ച് ആകണം. ഉല്ലസൻ മണിയും മണി 10 വാക്കിൽ കണ്ണും കണ്ണിൻ്റെ മണി കണ്ണിലാടും പാവ പറഞ്ഞത്. ഇവിടെ കണ്ണ് എന്ന് പറയുമ്പോൾ തേജസ്, നമ്മുടെ ശരീരത്തിൽ കണ്ണ്. അപ്പോൾ ഉല്ലസൻ മണി കണ്ണ് നമ്മളുടെ ആഗ്രഹങ്ങളെ തൂണ്ടുന്നത് കാമത്തിൽ എന്ന് വരിക. കാമശരീരം. മണി കണ്ണിൻ്റെ മണി. ഉല്ലസൻ കാമ ഉണർവിൽ നിങ്ങളുടെ ശരീരത്തിലും നടക്കുന്നത്. ഇടത് കണ്ണിൻ്റെ ചൂട്. കണ്ണിൻ്റെ കീഴ്ഭാഗത്ത് മയിൽപീലിൻ്റെ അവിടെ ചൂട് കയറുന്നത്. അത് ശരീരം ഉല്ലസിക്കുന്ന ശരീരം മൊത്തം കാമത്തിൽ ജലാംശം തൂണ്ടി മുഖശക്തിയിൽ കണ്ണിൻ്റെ കീഴ്ഭാഗത്ത് ആ ചൂട് കയറുന്നത് കാമാഗ്നി. ഇത് അകമുഖ കാഴ്ചയ്ക്ക് പറയുന്നത് എല്ലാ ഗ്രന്ഥങ്ങളിലും ശരീര അവയവങ്ങളെയാണ് പറയുന്നത്. തേജസ് തട്ടും നേരം. തേജസ് കണ്ണിൻ്റെ പഞ്ചേന്ദ്രിയം, കണ്ണിന് പ്രവർത്തിക്കുവാൻ പഞ്ചേന്ദ്രിയ ശക്തികൾ. തേജസ്, മുഖ തേജസ്. അവിടെ ഈ പ്രാണായാമ ചൂട് തട്ടുന്നേരം ആ കൊള്ളുന്ന ചൂടിൽ പഞ്ചേന്ദ്രിയത്തിൽ
കല്ലുകൾ സുവണ്ണമാം. അപ്പോൾ ഈ പ്രാണായാമം എന്ന് പറയുന്നത് പൂരകം, കുംഭകം, രേചകം. പൂരകം എന്നാൽ ശ്വാസം വലിക്കുന്നത്. എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ഇത് കാണണമെന്നും ഇല്ല, നിങ്ങൾ ഗ്രന്ഥങ്ങളിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനുള്ളത്. കുംഭകം 64 മാത്രം നേരം നിർത്തുന്നത് അന്നക്കുടലിൽ. രേചകം മൂലത്തിൽ കൂടി ഉന്നം വച്ച് ശ്വാസം വിടുന്നത്. ആ ഉന്നം അവിടെ ശ്വാസം മൂക്ക് വഴിയേ പോകുകയുള്ളൂ. അങ്ങനെ വിടുന്നതിൻ്റെ ആ ചൂട് രേചകത്തിൽ കൂടിയാണ്. ആ രേചക ശക്തി മൂലത്തിൽ ഉന്നം വച്ച് ഉള്ള ചൂട് അതിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ നോക്കുക. മൂലത്തിൽ ഒരു കതിർ ഉദിക്കുന്ന നിറം അവിടെ വരയായി ഉണ്ടാവും. മൃഗങ്ങളെ നോക്കുക, അറിയാം. അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്നില്ല, അറിയാമല്ലോ. അതിൽ ചൂട് കയറുമ്പോൾ, അതിലുള്ള കിനിവ് മാറുമ്പോൾ, ആ മൂലത്തിൽ ആ ചൂട് നട്ടെല്ല് തുടക്കം മലദ്വാരത്തിൻ്റെ തൊട്ട് മുകൾ ഭാഗം, അതിൽ കൂടി ആ ചൂട് കയറുന്നത്. അത് നട്ടെല്ല് കൂടി പിൻകഴുത്ത് നടുനെറ്റി വരെ കയറി ആ ചൂട് കൊള്ളും. അതാണ് പ്രാണായാമ ചൂട്. അത് ഇന്ന് നിങ്ങൾ സംസ്കൃതം AI ആപ്പിൽ നിങ്ങൾ ചോദിക്കുക, അതിൽ വേറെ രൂപത്തിൽ അവർ പറയും. പുറക്കാഴ്ചയാണ് സംസ്കൃതം പറയുന്നത്. പുറക്കാഴ്ച നമുക്ക് ആഹാരം കഴിക്കുവാനുള്ളത്. അത് ഏതു കഴിച്ചാലും ഇഷ്ടപ്പെടുന്നത് കഴിച്ചാൽ അകത്ത് കയറും. ആര് വെച്ചാലും രുചി. പുറം നാം സ്വരം കൊണ്ട് പറയുന്നത്, ഞാൻ പറയുന്നത് പഠിച്ചാൽ നിങ്ങൾക്കും പറയാം. അപ്പോൾ അതിൽ ശക്തിയില്ല. ഭക്തി അകമുഖ കാഴ്ചയിൽ ചെയ്യുന്നവർ ശരീരത്തിൽ നടക്കുന്നത്. അതാണ് അകമുഖ കാഴ്ച എന്ന് പറയുന്നത്. അകമുഖ കാഴ്ചയിനെ പറയുമ്പോൾ അരവിദ്യ കൊണ്ട് അങ്ങാടിയിൽ കയറിയാൽ വിജയിക്കുകയില്ല. അതുപോലെയാണ് ഇവിടെ. അങ്ങനെ ആ ചൂട് കാടുകൾ എന്ന് പറയുന്നുണ്ട് ശിവപുരാണം. കാടുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? കാടുകളിലുള്ളത് ആഹാരത്തിന് നാം എടുത്ത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് അന്നക്കുടലിൽ എത്തും. അതാണ് അകമുഖ കാഴ്ചയുടെ വാക്കുകളുടെ മാറ്റം. അപ്പോൾ അവിടെ ആ അന്നക്കുടലിൽ ഈ ചൂട് അവിടെ 64 മാത്രം നേരം ആ ചൂട് നിൽക്കുമ്പോൾ ആ ചൂട് എന്ത് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു ശ്വാസം അകത്ത് ഇറങ്ങി കയറുമ്പോൾ ഉള്ള ചൂട്, ഇത് 16 മാത്രം നേരം വലിച്ച് ഉള്ളിൽ നിർത്തുമ്പോൾ ആ ചൂട് എന്ത് ചെയ്യും എന്ന് സ്വയം മനസ്സിലാക്കാം. അത് അകമുഖ കാഴ്ചയ്ക്ക്. അപ്പോൾ ശരീരം മൊത്തം ചൂടാകി നാഡി ഞരമ്പ് എല്ലാം ചൂട് കയറും. ആ ചൂട് പഞ്ചേന്ദ്രിയത്തിന് എത്തണം. അത് ചിട്ടയിൽ കൂടി. അങ്ങനെ എത്തുമ്പോൾ അത് പ്രാണായാമം തുടരെ ചെയ്യുന്ന കർമ്മച്ചൂട് കൽപ്പത്രധൂമം. ബ്രഹ്മം വിശപ്പ് ഉണ്ടാക്കുന്നത് മലം പോയാൽ വീണ്ടും വിശപ്പ് തോന്നും. അന്നക്കുടലിനെ പറയുന്നത് അത് ആ വഴിയിൽ വരുമ്പോൾ ബ്രഹ്മം ആക്കുന്നതിന് ദ്രധൂമം. ദ്ര അക്ഷരം റ ദ ദ്ര. ദ്ര റായിൽ കൊപ്പിൾക്കൊടി ശ്വാസം ചങ്കിൽ കൂടി വലിക്കുന്നത് അവിടെ എത്തുന്നത് ആ ധ്വനിയിൽ പറയുന്നത്. ദായിൽ 3-ാം സ്ഥാനം ചൂട് കമ്മി അഗ്നിയക്ഷരം. അങ്ങനെ ചെറുന്നനെ ആ ചൂട് ശരീര അവയവങ്ങളിൽ കൊള്ളും 1-ാം ഘട്ടത്തിൽ. അവിടെ കൽപ്പമാകണം. കൽപ്പം എന്നാൽ പൊടി.
ആ പൊടിയാക്കുന്നത് ഇവിടെ പറയുന്നത് 36 തത്വത്തിൽ ആ സ്ഥാനം എത്തുമ്പോൾ അവിടെ വായു ഓട്ട ഞരമ്പുകളിൽ കൂടി താപതപസ് അഗ്നിയെ കയറ്റം. അഗ്നിയെ കയറുമ്പോൾ ഈ നാഡി ഞരമ്പുകളിൽ കൂടി ചൂട് കയറും. ചൂട് കയറുമ്പോൾ അവിടുത്തെ കറകൾ ഒഴിവാകും. അന്നക്കുടലിൽ ഉള്ള ഈർപ്പം, ശരീര ഈർപ്പങ്ങൾ ഒഴിവാകും. അപ്പോൾ അവിടെ പൊടിയാകുന്നത് കൽപ്പം. കൽപ്പാന്തകാലം അപ്പോഴെന്താണ്? ഈ ഒന്നാം കാഴ്ചക്കാലം കണ്ടത്. അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കിയാൽ നാം ചിന്തിക്കുവാൻ കഴിയുക. അത് ഇവിടെ ഞാൻ ഈ ഒരു വാചകം പറഞ്ഞത് കൊണ്ട് മനസ്സിലാകുകയില്ല. ഇവിടെ ശരീരത്തിൽ പ്രവർത്തനം മൂന്നാം ഭാഗം പറഞ്ഞത് ദശനാഡി തുടിപ്പിൽ വരുന്ന പരയുടെ പ്രവർത്തനം. ശിവപുരാണം വചനം ഗുരു പദ്യമായി മാറ്റുന്നത് 15. ചുരുക്കി പറയുന്നു, സമയക്കുറവും മൂലം 5-6 മിനിറ്റാണ് വേണ്ടത് ഇന്നത്തെ കാലത്ത്. പരയുടെ പാല് നുകർന്ന ഭാഗ്യവന്മാർക്കൊരു 10,000 മാണ്ടൂരലൽപ്പനേരം അറിവ് പര പ്രകൃതിക്കതീതമായ നൊടി 1000 മാണ്ടതുപോലെ തോന്നും. അപ്പോൾ ഇത് ഓരോരു വാക്കിനനുസരിച്ച് പറയണ്ട. ശിവപുരാണം പറഞ്ഞത് കൊണ്ട് ഏകദേശം അതിൻ്റെ അർത്ഥം അതിൽ കൂടി വരുന്നുണ്ട്. ശിവപുരാണം കാടുകൾ ആഹാരം കഴിക്കുന്നത് മഞ്ചനിറം, രക്തനിറം, വെള്ളനിറം, അത് സൂര്യ വെളിച്ചനിറം, ശക്തി. പഞ്ചേന്ദ്രിയം പ്രാണായാമ ചൂട് കയറുന്നതിൽ കൂടി ശരീര അവയവങ്ങൾ. പരയുടെ പാല് വായുവിൽ ഉണ്ടാകുന്നത് ആഹാരം. ആ ആഹാരം കഴിക്കുന്നതിൽ കൂടി ആഹാര സത്ത് വെള്ളനിറം നമ്മുടെ ശരീരത്തിൽ. അത് അറിവിനും പഞ്ചേന്ദ്രിയത്തിന് ശരീരശക്തി ഞരമ്പുകളിൽ വെള്ളനിറം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ പരയുടെ പാല് വെള്ള നാദനിറം, അത് അറിവ്. ഇവിടെ അറിവായിട്ട് വരുമ്പോൾ അറിവ് പരപ്രകൃതിക്കതീതമായ ലരനൊടിയായിരമാണ്ടതുപോലെ തോന്നും. ലര വായു, അഗ്നി. ല ചങ്ക് അക്ഷരം വായു, ര നെഞ്ചക്ഷരം അഗ്നി. 1000 മാണ്ട അല്പം പോലെ മാണ്ടതുപോലെ. ഈ ചൂട് ആഹാരത്തിൻ്റെ കൊഴുപ്പിൻ്റെ ആഹാരസത്തിൻ്റെ നിറത്തിൻ്റെ ശരീരശക്തി അതിൽ ചൂട് കയറുമ്പോൾ നമുക്ക് പഞ്ചേന്ദ്രിയത്തിന് ജലദോഷം വന്നാൽ കഫക്കെട്ടുണ്ടാവും. അതിൽ ക്ഷീണം വരുമ്പോൾ നമ്മുടെ പിരികശക്തി കോട്ടമുണ്ടാകും, ശരീരം തളരും, തലയ്ക്ക് ചൂട്. ജലദോഷത്താൽ വരുന്നത് വിയർപ്പ് താണാൽ വരും. അപ്പോൾ ആ ചൂട് ഇവിടെ പ്രാണായാമ ചൂട് ശരീരാവയവങ്ങളിൽ എത്തുമ്പോൾ അത് മൂളയ്ക്ക് എത്തും. അപ്പോൾ ആ ചൂട് ശരീരത്തിനെ തളർത്തും. ഓരോരോ ശരീരത്തിൽ അറിവ് പ്രവർത്തിക്കുന്നതും മൂള. 1000 ഇതൾ ഭക്തി മാർഗത്തിൽ അകമുഖ കാഴ്ചയ്ക്ക് വരുമ്പോൾ 1000 ഇതൾ ശിവൻ. അതിൽ കോട്ടം വരും. ഈ ചൂട് വരുമ്പോൾ സൂര്യബോധം പോകും. ലരനൊടി 1000 മാണ്ടതുപോലെ മൂള, തിരിച്ച് അറിവ് ഇല്ലാത്ത അവസ്ഥ, സ്വയം മറക്കുന്നത് മനസ്സ്. അപ്പോൾ തോന്നും അത് ഈ പ്രാണായാമ ചൂട്.
അതിൽ അറിവ് ഇന്ദ്രിയസത്ത് ആകാരസത്ത്. അതുകൊണ്ടാണ് അഗ്നിശക്തി പ്രകൃതിക്ക് കാരണമായത് ജീവനുക്കും. അതേ ജീവനെ കെട്ടി നിർത്തുന്നതിൽ ലരനൊടി ശ്വാസം വലിക്കുന്നത് പ്രാണനാണ് ആദ്യം. അത് ദശനാടികളിൽ ഒന്നാം പ്രവൃത്തി. അങ്ങനത്തെ പ്രസക്തി അവയവങ്ങൾ 96 തത്വത്തിൽ പ്രവർത്തിക്കുന്നതിൽ കണ്ണിൻ്റെ തുടിപ്പിൽ ഉണ്ടാവുന്നത് ഈ രക്തത്തുടിപ്പ്. ആ രക്തത്തുടിപ്പ് ശ്വാസം വലിക്കുന്നതിൽ കയറി ഇറങ്ങുന്ന ചൂട് ഒരു ശ്വാസം ദശനാടി തുടിപ്പിൽ പറഞ്ഞത്. ആ അറിവ് മൂളയിലെത്തി കയറി വരുന്നത് രക്തത്തിന് കോട്ടം ചൂട് കൂടുതലായാൽ ഡോക്ടറോട് ചോദിക്കുക. ശരീരത്തിൽ നെഞ്ച് ചൂട് കൂടുതലായാൽ എന്ത് ചെയ്യുമെന്ന് സാധാരണ. ഇവിടെ അഷ്ടാംഗ യോഗം കൊണ്ട് വരുന്നത് കൊണ്ട് മയക്കം ഉണ്ടാകും. ഇങ്ങനെ പറയുന്നതിൽ എത്ര പേർ ഉൾക്കൊള്ളും? ഈ പറയുന്നത് മനസ്സിലാകുമോ? ആകുകയില്ല. എന്തോ പറയുന്നു, ഏതോ പറയുന്നു. ആ തോമോപദേശ ശതകം എത്ര പേര് വായിച്ചിട്ടുണ്ട്? എത്ര പേർ ഇപ്പോഴും എഴുതുന്നുണ്ട്? അകമുഖ കാഴ്ചയിൽ ആരും എഴുതുന്നില്ല. അകമുഖ കാഴ്ചയാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും എഴുതി വച്ചേക്കുന്നത്. ഭജനം. ഇവിടെ ശിവപുരാണം ഭജനത്തിന് ഇങ്ങനെ പറയുന്നു. ആര്? നാരായണ ഗുരു. ആ വഴി 37 വർഷം സഞ്ചരിച്ചത് കൊണ്ട് അതിനെ എടുത്ത് ഇങ്ങനെ പറയുമ്പോൾ എത്ര പേർക്ക് ഇത് സത്യമെന്ന് തോന്നും? ആ വഴിയിൽ നടക്കുന്നവർ, സത്യ അന്വേഷണം, സത്യത്തിന് നേർക്കാഴ്ചയിൽ കാണുന്ന അറിവ് ഉള്ളവർ, അത് കൂലിപ്പണി ചെയ്താലും കുടിലിൽ താമസിച്ചാലും അറിവ് മനുഷ്യനിൽ ഏവർക്കും ഒന്ന്. അതീത അറിവ്. ഇതുപോലെ മനസ്സിലാക്കുവാൻ പണം വാരി കൂട്ടിയിട്ട് കാര്യമില്ല. മനസ്സിനെ കൊണ്ട് പ്രവർത്തിക്കണം. ഒരു ചിന്തയിൽ തേടണം. അകമുഖ കാഴ്ചയ്ക്ക് ആകർഷണ വാക്കുകൾ ഇല്ല. ശരീരത്തിനെക്കുറിച്ച് പറയുന്നതിൽ അന്യ നിഴലിനെ തീണ്ടി ഇവിടെ പറയുന്നു. അതാണ് നാരായണ ഗുരുവിനെ ഞാൻ മുന്നിൽ നിർത്തി എല്ലാ സിദ്ധന്മാരെയും ഉൾപ്പെടുത്തി എല്ലാ ദൈവവും ഒന്ന് എന്ന് പറഞ്ഞത്. തക്കലം നൂർ മുഹമ്മദ് ആശാനും അവനെ അള്ളാവും അവനെ എന്ന് പറഞ്ഞതിൻ്റെ ഉൾപ്പൊരുൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്ക് ദൈവം ഒന്ന്, മതം ഒന്ന്. മനുഷ്യരുടെ പ്രവൃത്തിയിൽ വരുമ്പോൾ അവർ ശരീരത്തിനെക്കുറിച്ച് പറയാതെ പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ, സ്വന്തം മാതാവ്, മക്കൾ, സഹോദരി, ആ ഉളുപ്പ് ശരീരത്തിലുള്ളത് ഇല്ലാത്തത് കൊണ്ട് ഇവർ പറയുന്നതിന്, സത്യമല്ലാത്തതിനെ എതിർക്കുക തന്നെ വേണം. അറിവ് ഇവർക്ക് പഠിപ്പറിവ് ഉണ്ടോ?